പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ പുറത്തുള്ള വനമേഖലകളിലാണെന്ന്. ഒരു പുറത്തുള്ള വനമേഖലകളിലല്ല, ഇത് കരുനാഗപ്പള്ളിയുടെ ഉള്ളിൽ തന്നെയുള്ള ഫോറസ്റ്റ് തന്നെ. ഫോറസ്റ്റിന് സമാനമെന്ന് പറയാൻ പറ്റില്ല, ഫോറസ്റ്റ് തന്നെയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ ആ പച്ചക്കുളത്തിനടുത്ത് തന്നെയാണ് ഈ ഫോറസ്റ്റും വരുന്നത്. അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏക പൂർണ്ണകായ ശിവവിഗ്രഹ പ്രതിഷ്ഠ വരുന്ന കണങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അമ്മ ഈ സ്കൂളിൽ പഠിച്ചാണോ? നമ്മുടെ ഈ LP സ്കൂളിൽ ഏത് വർഷമാണ് പഠിച്ചേ? അയ്യോ, വർഷം പറയാനാണെങ്കിൽ അമ്മ 69-ലെങ്ങാണ്ടുള്ളതാ. അപ്പൊ അമ്മ ഇവിടെ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും. എന്റെ ഗസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് പാനു സാറായിരുന്നു. അതിനുശേഷം കുറെ വർഷം കഴിഞ്ഞിട്ടാണോ നമ്മുടെ ഈ സംഭവം പൊളിച്ചു മാറുന്നതൊക്കെ? വർഷങ്ങൾ കഴിഞ്ഞു. എന്റെ മക്കളും പഠിച്ചതിന് ശേഷം ഇപ്പൊ ആ സ്കൂള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നൊമ്പര വന്ന് ഞങ്ങൾ ഓടി നടന്ന് കളിച്ചത്. ഇവിടെ ഒരു മാവുണ്ട്, അതുകൊണ്ട് എന്റെ. എന്നിട്ട് ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, മുത്തൻ എന്ന് പറയുന്നത്. അപ്പുറത്ത് വലിയെഴുത്ത് വീട്. അവിടെ രണ്ട് അമ്മാവന്മാരും ഒരു ഇതിനായിരിക്കും എന്നെ നേരത്തെ അമ്പലത്തിൽ കൊണ്ടുവന്നു ഭഗവാനായിട്ട്. കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിൽ പറയുമ്പോഴത്തേക്ക് ഇത് അച്ഛനെ ക്ഷേത്രമെന്നും ഒക്കെ പറയുന്നത്. അത് അമ്മയും ഇത് അച്ഛന്. അപ്പൊ അമ്മ പറയുന്നത് അച്ഛനെ കണ്ടിട്ട് വന്നാ മതി എന്നെ കാണാനെന്നാണ് അമ്മയുടെ പ്രവചനം. ആണല്ലേ? ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗുരുമന്ദിരവും നമുക്ക് കാണാം. അവിടുന്ന് മുന്നോട്ട് വീണ്ടും യാത്ര തുടരുമ്പോൾ ആ മൺ റോഡിന് ഇരുവശങ്ങളിലുമായി വരുന്ന മരങ്ങളുടെ പച്ചപ്പിൽ തന്നെ ഒരു വനാന്തരീക്ഷം തുടങ്ങുകയായിരുന്നു. ഏകദേശം 2 കിലോമീറ്റർ യാത്രയിൽ അവിടെയുള്ള ആ ഏക വീടിൻ്റെ മുൻപിലെത്തി. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ അർജുൻ ബ്രോയുടെ വീടായിരുന്നു. കൂടാതെ ഒരു കയർ സൊസൈറ്റിയും കാണാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കൽക്കീന്ന് വിളിപ്പേരുള്ള നമ്മുടെ കുതിരക്കുട്ടനാട്ടോ. കാട്ടിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ ഇറങ്ങിയതാ. ഭയങ്കര രസം, ഭയങ്കര ക്യൂട്ടാട്ടോ. അതായത് നമ്മുടെ കൽക്കിയുടെ അമ്മ ഐശു ഉണ്ട്. അപ്പോൾ നമ്മുടെ കൽക്കിയുടെ അമ്മ ഐശുവിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മളിന്ന് കാട്ടിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറുകയാണ്. മാത്രമല്ല നമുക്ക് കൂട്ടിന് മുന്നിൽ നിന്ന് നയിക്കാനും അർജുൻ്റെ വളർത്തുനായായിട്ടുള്ള മാരന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇടുക്കിയിലെ പെരിയാർ വനത്തിനുള്ളിലൂടെയൊക്കെ നേച്ചർ വാക്ക് നടത്തുമ്പോൾ കിട്ടുന്ന അതേ പ്രതീതിയാണ് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. വന്യമൃഗങ്ങൾ ഒഴിച്ചാൽ ഒരു വനത്തിൻ്റെ എല്ലാ ഹരിതാഭയും അനുഭൂതിയും ഇവിടെയുണ്ട്. ഇതെങ്ങനെ കാടായി എന്നല്ലേ? യഥാർത്ഥത്തിൽ ഒട്ടനവധി മനുഷ്യർ അധിവസിച്ചിരുന്ന പൊന്മന പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടം. പിന്നീട് KMML ഈ സ്ഥലം ഏറ്റെടുക്കുകയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലി വാഗ്ദാനവും നഷ്ടപരിഹാരവും നൽകി അവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അങ്ങനെ അവർ ദേശത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുടിയേറി പാർത്തു. ഏകദേശം 10 വർഷത്തിൽ പുറത്തായി ഇവർ ഇവിടം വിട്ടിട്ട്. അതിനുശേഷം വീടുകൾ പൊളിച്ചുമാറ്റി കുഴികൾ കുഴിച്ച് മണ്ണെടുക്കുകയും ചെയ്തു. നേരത്തെ പരിചയപ്പെടുത്തിയ പച്ചക്കുളവും അത്തരത്തിൽ കുഴിയെടുത്ത് രൂപപ്പെട്ടതാണ്. നമ്മൾ കായലുകളിലൊക്കെ ഇറങ്ങുമ്പോൾ നടന്നു നീങ്ങി ആഴമറിയാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്ന തരത്തിൽ മീറ്ററുകളോളം ആഴത്തിൽ കുഴിച്ച കുഴികളിലേക്ക് താഴ്ന്നു പോകും. മാത്രവുമല്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ട മനുഷ്യൻ്റെ തലച്ചോറിനെ തിന്നുന്ന അമീബയുടെ സാന്നിധ്യം ഉണ്ടോ എന്നത് ഉറപ്പു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കാട്ടിനുള്ളിൽ കാണുന്ന ഒരു കുളങ്ങളിലും ഇറങ്ങാൻ പാടില്ല. നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നവരൊക്കെ പണ്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന അവരുടെ ആരാധനാ കേന്ദ്രം കൂടിയായിരുന്ന മാടന്നടയാണ് നമ്മളിന്ന് കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് മനുഷ്യവാസമില്ലാതെ ജനവാസമില്ലാതെ കാട് കയറി ഒരു ഫോറസ്റ്റ് പോലെ ആയിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആളും ആരവവും ഒഴിഞ്ഞ ആ പ്രദേശം അവസാനം വിവിധ ഇനം മരങ്ങളും ചെറുസസ്യങ്ങളും വള്ളിപ്പടർപ്പുകളും മുളകളുമൊക്കെയായി ഇടതിങ്ങി പടർന്ന് പന്തലിച്ച് കാടായി രൂപാന്തരം പ്രാപിച്ചു. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിതിൽ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന മറ്റൊരു ലഗൂണാണ്. വളരെ ഭംഗിയുള്ളൊരു ലഗൂണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ വല്ല വയനാട്ടിലെയോ അതുപോലെ അല്ലെങ്കിൽ വല്ല ഇടുക്കിയിലെയൊക്കെ കാടുകളിലൂടെയൊന്നുമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുള്ള പക്ക ഫോറസ്റ്റായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്രദേശമായിട്ടുള്ള നമ്മുടെ വെള്ളനാതുരത്തിനകത്തുള്ള പൊന്മന എന്ന സ്ഥലത്തെ കാട് പോലെ, നമുക്ക് കാട് പോലെ എന്നല്ല, കാടായി കിടക്കുന്ന, നമുക്ക് വനത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തന്നെ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശത്തുകൂടിയാണ്. ഈ ഫോറസ്റ്റ് വാക്കിലൂടെയുള്ള ഏറ്റവും നല്ല കാഴ്ചകൾ ഒട്ടനവധി ദേശാടന കിളികളുടെ കൂട്ടമായുള്ള കുളിയും ആകാശം വട്ടം ചുറ്റി കാതിനിമ്പമേകുന്ന അവയുടെ കളകളരാഗങ്ങളും വ്യത്യസ്തമായ മരങ്ങളും ചെറിയ ചെറിയ ചാലുകളും
കുളങ്ങളും അങ്ങനെ പലതരം പൂവുകളും ഒക്കെ നമ്മെ കരുനാഗപ്പള്ളി എന്ന നഗരത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുമെന്നത് തീർച്ചയാണ്. ഒരു രക്ഷയില്ല. ഇതിങ്ങനെ കരുനാഗപ്പള്ളി ആണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്ര കിടിലമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് തന്നെ പറയാം. ആ രീതിയിൽ നല്ല ഭംഗിയാർത്തി കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ഒരു കുളം, ഇവിടെ ഒരു കുളം. കാടിനുള്ളിൽ എത്തിയിട്ട് നിശബ്ദമായി ചെവി കൂർപ്പിച്ച് നിന്നാൽ ഒരു കൊടും വനത്തിൻ്റെ മധുര ഈണം നമുക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ വരുന്നവരാരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് പ്രകൃതിയുടെ വരദാനങ്ങളൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ വരദാനമല്ല, ഇത് അയ്യാരിയുടെ വരദാനമാണ്. ഇവരിവിടെ കുഴിയെടുത്ത് ഇവിടുത്തെ താമസക്കാർ പോയി ഈ കുഴികളൊക്കെ കുളങ്ങളായി. ഈ രീതിയിൽ ഇവിടെ മനുഷ്യർ അധിവസിച്ചിരുന്ന പ്രദേശം ഈ രീതിയിൽ കാടായി മാറി. ഇന്ന് നമുക്ക് മറ്റ് പല മേഖലകളിലേക്ക് നമ്മൾ കാടും തോടും ഒക്കെ തേടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ഇത്രയും വിശാലമായ പ്രകൃതി സൗന്ദര്യമുള്ളൊരു ദേശമാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഉൾക്കാടുകളിലൂടെ സഞ്ചരിച്ച് പുറത്തേക്ക് എത്താറായപ്പോഴത്തേക്കാണ് നമ്മുടെ മാരൻ അവിടെ കുരുങ്ങിയത്. അങ്ങനെ മാരനെ നമ്മൾ അർജുൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടന്ന് കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കാനനപാതയിലൂടെയുള്ള യാത്ര ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളെത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട രീതിയിൽ കുറേ അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഉള്ളേരിയകളിലൂടെ ഒക്കെ നടന്ന് കയറി വന്നെങ്കിൽ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞ് നേരെ നമുക്ക് കാണാൻ പറ്റുന്ന കടലാണ്. നമ്മുടെ ആ നീലാകാശവും നീലക്കടലും ചേർന്ന് കിടക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് അവസാനത്തെ ദൃശ്യവിരുന്നൊരുക്കുന്ന കാഴ്ചയാണ്. കാടും കടലും കായലും കുളവും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണിത്. വെള്ളനാത്തുരത്തിൽ നിന്ന് അകത്തേക്ക് വരുന്ന ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് പണ്ടൊരു കാലത്ത് ഒരു കുടുംബം ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ സ്വപ്ന കൊട്ടാരത്തിൻ്റെ മുകളിലാണ്. ഇത്തരത്തിൽ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടു വന്നത്. അപ്പോൾ ആ മേഖലകളിലൊക്കെ മനുഷ്യർ പല മേഖലയിലൊക്കെ ഈ അയ്യാരിയുടെ ഖനനം തുടങ്ങി, ഇവിടുന്ന് മണ്ണെടുപ്പ് തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ ജനജീവിതം മുഴുവൻ സ്തംഭിച്ചു പോയി. അപ്പോൾ ഇവിടെ നമുക്ക് കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ലഗൂൺസ്, ചെറിയ ചെറിയ കുഴികൾ, എണ്ണയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള കുഴികൾ, അതുപോലെ നമ്മുടെ ഈ ഹരിതാപ ഭംഗി, പിന്നെ ദേശാടന കിളികളുടെ നമുക്ക് ഒരുപാട് ദേശാടന കിളികളെയും പല ടൈപ്പ് പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്നൊരു ലൊക്കേഷൻ കൂടിയാണിത്. അപ്പോൾ ഇതുപോലുള്ള പുതുമയാർന്ന സ്പോട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.